കരിമടവൂർ ഗുരുമൂർത്തി പറഞ്ഞതിൽ എവിടെയാണ് വിയോജിപ്പ്? രണ്ടു മൂന്ന് കാര്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയെ പൂർണ്ണമായിട്ടും ചൈന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ അന്നേയുള്ള പഠനത്തിൽ അതിന്റെ നേതൃത്വത്തിന് ഒന്നടങ്കം ചൈന പിടിച്ചെടുത്തു. ചൈനയുടെ ആളുകളായിരുന്നു ആ നേതൃത്വം, ആ പാർട്ടിയുടെ. അത് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനക്കെതിരെ അവർ കൊണ്ടുവരുന്ന ഈ നീക്കത്തെ, ചൈനയുടെ പിന്തുണയോടുകൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ വന്നത് നേരത്തെ കട്ടറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് മതേതര ഭരണകൂടത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ നമുക്ക് വിദേശകാര്യ വകുപ്പിൽ കാര്യമായ പരാജയമുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് തൊട്ടതിർത്തിയിലുള്ള ബംഗ്ലാദേശിലെ, കാരണം ബംഗ്ലാദേശ് ഒരു വർഗീയ രാജ്യമല്ല. അവിടെ 1955 ഉറുദു നടപ്പിലാക്കാൻ മുഹമ്മദ് അലി ജിന്നെ ശ്രമിച്ചപ്പോൾ അതിനെതിരെ, ജിന്നക്കെതിരെ, ആ രാജ്യം ഉണ്ടാക്കിയ സാക്ഷാൽ ജിന്നക്കെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളാണ്. തന്നെയല്ല, അവിടെ ബംഗ്ലാ നാഷണലിസമാണ്, മത ദേശീയതക്കെതിരെ ബംഗ്ലാദേശ് ദേശീയത ഉപയോഗിച്ച് പോരാടിയ ജനവിഭാഗമാണ്. അപ്പൊ അവരെ നമ്മുടെ ഇന്ത്യയുമായി സൗഹൃദത്തിൽ നിർത്താൻ തന്ത്രപരമായ ഇടപെടലിൽ എവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. തന്നെയല്ല, അവിടെ ഇപ്പൊ നേരത്തെ പറയുന്ന അവിടുത്തെ ഹിന്ദു സമുദായം, ഇപ്പോ അവിടുത്തെ നമ്മൾ കണക്ക് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ അത് ഉന്നയിച്ചതാണ്, അവിടെ 350 അംഗ പാർലമെന്റിൽ 17 ഹിന്ദു പ്രതിനിധികളുണ്ട്. അത് 7.95 and 8%, 7.95%, അതായത് 8% ഉള്ള ഹിന്ദു പോപ്പുലേഷന് അവിടെ 5% പ്രാതിനിധ്യമാണ് പാർലമെന്റിലുള്ളത്. ഇന്ത്യയിലെ തിരിച്ച് മുസ്ലിങ്ങൾക്ക് നോക്കിയാൽ 16% പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് 4.4%. നോക്കണം, 8% ബംഗ്ലാദേശിലെ ഹിന്ദു ജനവിഭാഗത്തിന് 5% പാർലമെന്റിൽ പ്രാതിനിധ്യം. ഇന്ത്യയിൽ 16% മുസ്ലിങ്ങൾക്ക് 4.4% ഉള്ളൂ. അപ്പൊ ന്യൂനപക്ഷ സംരക്ഷണം ഇന്ത്യയെക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്, കുറച്ചുകൂടെ പ്രാതിനിധ്യം, വളരെ കൂടിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിന് ആ സംവിധാനത്തെ നിലനിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മൾ അതിനെ വളരെ നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടിയിരുന്നു. അവിടെ ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിലേക്ക് ശക്തമായി വളർന്നു വരികയും അതിനൊരു മറുപടി അതിനെ ഇട്ടുകൊണ്ട് ഇപ്പൊ ഈ വിപ്ലവവും കുഴപ്പങ്ങളൊക്കെ തകർത്തിരിക്കുന്നത്. ലോകത്തെ രണ്ടാമത്തെ റെഡിമെയ്ഡ് ഗാർമെന്റ്, ഇപ്പൊ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ഗാർമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. 8ാമത്തെ പോപ്പുലേറ്റഡ് രാജ്യമാണ്. അങ്ങനെ ലോകത്ത് പലതുകൊണ്ടും വളർന്നു വരുന്ന നല്ല ഹയർ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരും, അവർ വരാൻ സാധ്യത കുറവ്. കാരണം എന്താ അറിയോ, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെ ബംഗാളിലെയും ആസാമിലെയും അവിടുത്തെ നമ്മുടെ പ്രതിശീർഷ വരുമാനം, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതിശീർഷ വരുമാനവും സാമ്പത്തിക അവസ്ഥയുമാണ്